5 വർഷമായി വയറ്റിൽ കത്രികയുമായി വീട്ടമ്മ. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷനിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ വീട്ടമ്മ വീണ്ടും ഓപ്പറേഷനായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഉഷയുടെ വയറ്റിൽ കത്രിക ഇട്ടു തുന്നിക്കെട്ടിയ സംഭവത്തിൽ ന്യായീകരണമായി അവിടുത്തെ ഡോക്ടർമാരൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊരു കഷ്ടം! കോവിഡ് സമയത്ത് നടന്ന ഈ ഓപ്പറേഷനിൽ ഡോക്ടർ പറയുന്ന ന്യായം അകത്ത് കത്രിക കിടന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് ഓപ്പറേഷൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടർമാരാരെങ്കിലും സർവീസിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊന്ന് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് തന്നെ പരാതികൾ കെട്ടിക്കിടക്കുകയാണ് അവിടെ. അതൊന്നും തിരിഞ്ഞു നോക്കാൻ ആരോഗ്യമന്ത്രിക്ക് സമയമില്ല. ആരോഗ്യമന്ത്രി വിഷയങ്ങളുണ്ടാകുമ്പോഴും അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നും അതേപോലെ തന്നെ രോഗിക്കൊപ്പമാണെന്നും ഒക്കെ പറയുകയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിയും ഇതുവരെയും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി കണ്ടിട്ടില്ല. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വമുള്ള സംഘം തന്നെ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം പുറത്തു പറയരുത് എന്നാവശ്യപ്പെട്ട് ഉഷയെ ഡോക്ടർമാരും ആശുപത്രി അധികൃതരുമൊക്കെ ഭീഷണിപ്പെടുത്തിയതായിട്ടും ഇപ്പോൾ ഉഷ തുറന്നു പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് എത്രത്തോളം നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ആരെങ്കിലും സർവീസിലുണ്ടെങ്കിൽ, ഈ ഓപ്പറേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സർവീസിലുണ്ടെങ്കിൽ അവർക്ക് എതിരായി ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് ആ സമയത്ത് ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത അഥവാ ഓപ്പറേഷൻ ചെയ്ത കത്രിക അകത്തിട്ട് തുന്നിക്കെട്ടിയ ഡോക്ടർ ഷാഹിദ ഇപ്പോഴും സർവീസിലുണ്ട് എന്നുള്ള വിവരം ആണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ആരോഗ്യമന്ത്രി എന്ത് നടപടിയാണ് അവർക്കെതിരെ സ്വീകരിക്കുന്നതെന്ന്. നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്കെതിരായ നടപടി, ഒരു കുഞ്ഞ് മരിച്ച സംഭവത്തിലുണ്ടായ നടപടി, ഇപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാരെല്ലാം ഒന്നടങ്കം സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുവാൻ പോലും ഇപ്പോൾ നമ്മുടെ സർക്കാരിന് കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. കാര്യം അവരുടെ സംഘടന വളരെ ശക്തമായ സംഘടനയാണ്. അവരെന്തു ചെയ്താലും, ഡോക്ടർമാരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുവാനും അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് ശക്തമായി സമരം ചെയ്യുവാനും ഒക്കെ ഡോക്ടർമാർ രംഗത്തിറങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എന്തായാലും അല്പസമയം മുമ്പ് തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ആ ഓപ്പറേഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ സർവീസുണ്ടെങ്കിൽ അവർക്കെതിരായി കർശനമായ നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കിൻ്റെ വില നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇതുപോലെ പല കാര്യങ്ങളിലും പല ഗ്യാരണ്ടിയും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് സംബന്ധിച്ചുള്ള ഒരു ഫയലുകളും കൈകൊണ്ട് തൊട്ടുക പോലും ചെയ്യാത്ത മന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. കേരളത്തിൻ്റെ ആരോഗ്യമേഖല നമുക്ക് അഭിമാനമല്ല, മറിച്ച് അപമാനമാണ് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയും നമുക്ക് മനസ്സിലാവുന്നത്. ആരോഗ്യ മേഖലയെക്കുറിച്ച് നിരവധി പരാതികളാണ് ദിവസേന വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും അവയെക്കുറിച്ചൊന്നും വ്യക്തമായൊരു അന്വേഷണം നടത്തുവാൻ സർക്കാർ തയ്യാറാവുന്നില്ല, നടപടി സ്വീകരിക്കുവാനും സർക്കാരിനെ കൊണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ശസ്ത്രക്രിയയ്ക്കായി ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊന്നും ഉപകരണങ്ങളില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പരാതി. കാര്യം ഉപകരണങ്ങളൊക്കെ തന്നെ ഇതുപോലെ ശസ്ത്രക്രിയ നടത്തി ഓരോരുത്തരുടെ വയറിനുള്ളിലാണ്. അവയൊക്കെ ഇനി വീണ്ടെടുത്താൽ മാത്രമേ പുതിയ ശസ്ത്രക്രിയകൾ നടക്കൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്.